നമസ്കാരം. പെൺമനസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജിത ചേച്ചി, ഞാൻ ശ്രീലക്ഷ്മി. പെൺമനസിലേക്ക് സ്വാഗതം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. തീർച്ചയായിട്ടും. എൻ്റെ പേര് അജിത രഘുനാഥ്. ഞാൻ ഒരു നഴ്സാണ്, അതുപോലെ തന്നെ ഒരു റൈറ്ററാണ്. ചെറിയ തോതിൽ കവിതകള് കഥകളൊക്കെ എഴുതും. പിന്നെ കേരള FM എന്ന് പറയുന്ന ഓൺലൈൻ ഫേസ്ബുക്ക് റേഡിയോയുടെ ഓൺലൈൻ റേഡിയോയുടെ RJ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ പൂഞ്ഞാറിൽ പ്രകൃതി കെയർ ഹോം എന്ന് പറയുന്ന ഒരു കെയർ ഹോം നടത്തുകയാണ്. ഓക്കെ. ശ്രീലക്ഷ്മി ഒരു നർത്തകിയാണ്, ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്, പിന്നെ മറ്റെന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പം എന്റെ പ്രൊഫഷണലി ഞാനൊരു വെബ് ഡെവലപ്പറാണ്. ഞാൻ എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് റിസൈൻ ചെയ്തിട്ട് ഞാനിപ്പം എൻ്റെ പാഷൻ ഡാൻസ്, ഭരതനാട്യം ഡാൻസിലാണ്. അപ്പം അതായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എനിക്കിപ്പോൾ ഒരു കൽഹാര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു അക്കാഡമി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം 1 വർഷം ആവുന്നു. അപ്പം അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കൂടാതെ ഞാൻ മൂവീസും ചെയ്തിട്ടുണ്ട്, മോഡലിംഗ്, അങ്ങനെയൊക്കെ പോകുന്നു. കഥ, കവിത രചനകളിൽ സജീവമായ അജിത രഘുനാഥും മകൾ ശ്രീലക്ഷ്മിയും. പൂഞ്ഞാർ സ്വദേശിയായ അജിത ചെറുകഥകളും നിരവധി കവിതകളും രചിച്ചിട്ടുണ്ട്. ആതുര സേവന രംഗത്ത് വർഷങ്ങളായി തുടരുന്ന അജിത ഈ തിരക്കുകൾക്കിടയിലാണ് തൻ്റെ രചനകൾക്കായി സമയം കണ്ടെത്തുന്നത്. ക്ലാസിക്കൽ ഡാൻസറും മോഡലും അഭിനേത്രിയുമായ ശ്രീലക്ഷ്മി രഘുനാഥ് സ്വന്തം നാട്ടിലെ വേദികളിലും പുറത്തും എല്ലാം സജീവമാണ്. നൃത്തമാണ് പ്രൊഫഷൻ, പാഷനും നൃത്തം തന്നെയാണ്. ഭരതനാട്യമാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഏതൊക്കെ കാറ്റഗറി? കൂടുതലും ഭരതനാട്യമാണ് ചെയ്യുന്നത്. അത് കൂടാതെ സെമി ക്ലാസിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡാൻസും ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ. ചെറിയ പ്രായത്തിൽ തന്നെ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്? ഞാനൊരു 3-4 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ടോ? കേരളത്തിലല്ലായിരുന്നു, തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെയുള്ള കോമ്പറ്റീഷൻസ് ഞാൻ ചെയ്തു. നമ്മുടെ ഒരു മെത്തേഡിലല്ല? അവിടെ സ്റ്റഡീസ് ആണ് മെയിൻ, അങ്ങനെയാണോ? അതെ, അവിടെ മെയിൻലി എല്ലാവരും ഫോക്കസ്, ഞാൻ പഠിച്ച സ്കൂളിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡീസ്, അക്കാഡമിക്സിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം എന്നാലും നമുക്ക് പറ്റുന്ന കോമ്പറ്റീഷൻസ് ഒക്കെ ഞാൻ ചെയ്തു. അത്യാവശ്യം സപ്പോർട്ടൊക്കെ അവിടെ നിന്ന് ഉണ്ട് അല്ലേ? ആരാണ് ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ട് ആരുടെയെങ്കിലും പേര് പറയാനുണ്ടോ? ഡാൻസിൽ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് ഓരോ കാര്യത്തിലും ഇൻസ്പിറേഷൻ ആണ്. അതായത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് എനിക്ക് ഒരാളാണ് ഓരോ കാര്യത്തിലും ഇൻസ്പിറേഷൻ. അതെ. ഇപ്പം ഡാൻസ് രുക്മിണി വിജയകുമാർ മാമിന്റെ സ്റ്റേജിൽ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര, കാരണം അത് ഭയങ്കര എനർജറ്റിക് ആണ് പെർഫോം ചെയ്യുന്നത്. അത് ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യം മാമിന്റെ എക്സ്പ്രഷൻസ്, അങ്ങനത്തെ ഓരോ ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഓരോ കാര്യങ്ങളാണ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും നേരിട്ട് കാണണം എന്നൊരാഗ്രഹമുണ്ട്. ആരെങ്കിലും പരിചയപ്പെട്ടിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ടോ? ഞാൻ നവ്യ നായർ മാമിനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഞങ്ങളുടെ എന്റെ അച്ഛന്റെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു തിരുവരങ്ങ, തമിഴ്നാട്ടിൽ തിരുപ്പൂരിലായിരുന്നു. അപ്പം അതിന്റെ ഇനോഗ്രേഷന് മാം ആയിരുന്നു വന്നിരുന്നത്. അപ്പം അവിടെ വെച്ച് കണ്ടു. മാമിന്റെ ഒരു പെർഫോമൻസ് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെയൊക്കെ അപ്പം പരിചയപ്പെട്ടു. അങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് കണക്ഷൻ ഇല്ല, പക്ഷെ സംസാരിച്ച് പരിചയപ്പെട്ടു, പെർഫോമൻസ് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ. ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദി അതേതായിരുന്നു? ഞാൻ ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ ചെയ്ത ആദ്യത്തെ എന്റെ പെർഫോമൻസ്. തിരിച്ചുവരവ്. അതെ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ, എനിക്ക് ഉള്ളിലേക്ക് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വേദിയായിരുന്നു. അതുപോലെ എനിക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക്, കാരണം അന്ന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്റെ വർക്കിങ് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാനും പഠിക്കാനും ഒക്കെ. അപ്പൊ ആ സമയത്ത് കുറച്ച് സമയത്തിൽ തന്നെ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയാനായിട്ട്. പ്രോഗ്രാമും ജോലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നോ? കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം IT ആവുമ്പോ തന്നെ അറിയാലോ, ലൈക്ക് നമുക്ക് ഡെഡ് എൻഡ് ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഒപ്പം ഇത് കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് എനിക്ക് അതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്കിത് തോന്നി. എന്റെ പാഷൻ എനിക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ പേഴ്സണലി ഹാപ്പി ആവുകയും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. ഇങ്ങനെയൊക്കെ തന്നെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആക്ടിംഗ് ഉണ്ട്, മോഡലിംഗ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. ഇതില് ഏറ്റവും ഇഷ്ടം ഡാൻസിനോട് തന്നെ ഡാൻസിനോടാണ്. കുറച്ചുകൂടെ നേരത്തെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് സീരിയസ് ആക്കാൻ പറ്റാഞ്ഞാല്, അന്ന് അമ്മ കമ്പൽ ചെയ്യുന്നോണ്ട് മാത്രമായിരുന്നു ഞാൻ ക്ലാസ്സിന് പൊക്കോണ്ടിരുന്നത്.
ഇപ്പൊ ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്ന് കുറച്ചുകൂടെ ഞാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആരൊക്കെയാ ഗുരുക്കന്മാരൊക്കെ ആരൊക്കെയാ? ഞാൻ ആദ്യം പഠിക്കുന്നത് RLB രമ്യ മാമിന്റെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞ് കലാമണ്ഡലം ശ്രീദിവ്യ മാമിന്റെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞ് കലാക്ഷേത്ര ഉണ്ണികൃഷ്ണൻ മാസ്റ്ററിന്റെ അണ്ടറിലായിരുന്നു. അങ്ങനെ എന്റെ അരങ്ങേറ്റം കലാമണ്ഡലം ശ്രീദിവ്യ മാമിന്റെ അണ്ടറിലായിരുന്നു. എന്റെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ചിട്ടായിരുന്നു എന്റെ അരങ്ങേറ്റം. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എങ്ങനെയാ? എല്ലാം നൃത്തമായിട്ട് കണക്ട് ചെയ്തായിരിക്കും. അതെ അതെ. ഇപ്പം എനിക്ക് കൽഹാര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ഒരു അക്കാഡമി ഉണ്ട്. അപ്പം അതായിട്ട് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഡാൻസിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ. ചേച്ചി, ആതുര സേവന മേഖലയിൽ എത്ര വർഷത്തെ ഒരു പരിചയമുണ്ട്? ഒരു കുറഞ്ഞത് ഒരു 32 വർഷത്തെ. 32 വർഷത്തെ വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലേ? എവിടെയൊക്കെയാ ജോലി ചെയ്തിട്ടുള്ളത്? ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് നഴ്സിംഗ് പാസ്സായത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി, അത് കൂടാതെ ചങ്ങനാശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എബ്രോഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറാഖ് വാറിന്റെ സമയത്ത് ഞാൻ ഇറാഖ് വാറിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? അതായത് ഞങ്ങള് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു 19 നേഴ്സസിനെ ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെയാണ് ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. പക്ഷെ അതൊരു വലിയ ഹൈജാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ വാറിന്റെ ഒരു മൊമെന്റ് തന്നെ ആയിരുന്നു. ശരിക്കും ഞങ്ങള് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ഒരു അതായത് OT യൂണിറ്റിന്റെ ഭാഗത്ത് സ്ഫോടനം നടന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം പേഷ്യൻസിനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബേൺസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ധാരാളം പൊള്ളലേറ്റവരെ കൊണ്ടുവരാറുണ്ടായിരുന്നു. കുറെ കൂടുതലും പേര് തിരിച്ചു കിട്ടത്തില്ല. കാരണം 99% എല്ലാം ഇതായിട്ട് ബേൺസ് ആയിട്ട് വരുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് വരുന്നു. അതുപോലെ തന്നെ മിക്കവാറും പേരും പോവാണ് ചെയ്യുന്നത്. ശ്രീലക്ഷ്മി IT പ്രൊഫഷണൽ ആയിരുന്നല്ലോ, വെബ് ഡെവലപ്പർ ആയിരുന്നു. അതും ഈ ഡാൻസുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അന്നേരം അതിൽ നിന്ന് എങ്ങനെയാ ഡാൻസിലേക്ക് വന്നത്? എങ്ങനെയാ? ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 10th ആകുമ്പോൾ എല്ലാരും ചെയ്യുന്ന പോലെ 10th ഒക്കെ ആയപ്പോൾ ഡാൻസ് പതുക്കെ സ്റ്റോപ്പ് ആയി. ഈ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ചെയ്താൽ പോരായിരുന്നു? അതിന് മുമ്പ് ഇത് പഠിക്കാൻ പോയതിന്റെ കാരണം ആക്ച്വലി ഇല്ല, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് ആക്ച്വലി പഠിക്കുന്നത് എന്റെ അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു അന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ BSc സൈബർ ഫോറൻസിക് എടുത്തു. ഞാൻ വെബ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഡെവലപ്പറായി വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. എനിക്ക് 2024 ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ എന്റെ ഫ്രണ്ടിലത്തെ 2 പല്ല് പൊട്ടിപ്പോയായിരുന്നു. ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെയാണ് സംഭവിച്ചത് അല്ലേ? അല്ലല്ല, ഞാൻ അപ്പം പ്രോഗ്രാംസ് ചെയ്യുന്നില്ല. ഞാൻ ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല, വർക്ക് മാത്രമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ പല്ല് പൊട്ടിയിട്ട് ഞാൻ ആ സമയത്ത് മൂവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഡാൻസിലേക്ക് വരുന്നതിന് മുമ്പ് ആക്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിലെ തൊട്ട് തന്നെ മോഡലിംഗ് ചെയ്യായിരുന്നു, മൂവീസും ഷോർട്ട് ഫിലിംസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ആക്സിഡന്റ് ആയി പല്ല് ഇരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു മൂവിയുടെ ഒരു കോള് വന്നായിരുന്നു. കോള് വന്നിട്ട് പിന്നെ അവരുടേതായ പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അവര് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ പറഞ്ഞു, പല്ല് പൊട്ടിയ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഇതുപോലെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പം അവര് പറഞ്ഞു ഈ കുട്ടി നമുക്ക് പറ്റില്ല, കാരണം പല്ല് പൊട്ടി. കാരണം ഇതൊരു ക്ലാസിക്കൽ ഡാൻസറിന്റെ സ്റ്റോറി ആയിരുന്നു. അത് കുട്ടിയെ കൂടെയാണ് മൂവി കണ്ടിന്യൂസ് പോകുന്നത്. മെയിൻ ക്യാരക്ടർ ആയിരുന്നു. അപ്പം ഇങ്ങനെ പല്ല് പൊട്ടിയത് കൊണ്ട് ചിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും, പുറത്ത് ക്യാമറ കാണുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അവര് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം അത് നമുക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹേർട്ടായി. അങ്ങനെ ഹേർട്ടായിട്ട് അങ്ങനെ നമ്മള് അടുത്ത നവരാത്രിയുടെ അന്ന് നമ്മുടെ വീടിന്റെ എറണാകുളത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ തൃക്കോയിൽ ചളിക്കവട്ടം ക്ഷേത്രത്തില് എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ പ്രോഗ്രാം ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ അവിടെ പ്രോഗ്രാം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാംസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ തന്നെയായിരുന്നു ക്ലാസ് ആദ്യം എടുത്തോണ്ടിരുന്നത്. വീട്ടില് ക്ലാസ് തുടങ്ങി ഇപ്പൊ ഒരു വർഷം ആവുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വേറെ റൂം എടുത്ത് അങ്ങോട്ടേക്ക് ക്ലാസ് മാറ്റിയേക്കാണ്. ഇപ്പൊ എനിക്കൊരു 16-17 സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പോകുന്നു. ചെറിയ പ്രായമാണല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഒരു ഓൺട്രപ്രണർ ആകാനുള്ള ഒരു ധൈര്യം അതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ? അങ്ങനെ വലിയ വെല്ലുവിളികളായിട്ടൊന്നുമില്ല. കാരണം ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേര്, എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാനാണ്. അപ്പൊ ഞങ്ങള് എല്ലാ കാര്യം ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം ഷെയർ ചെയ്ത് ഞങ്ങൾ അങ്ങ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു കാര്യം ഞങ്ങൾ തുടങ്ങാറ്.
അപ്പം പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും വീട്ടിൽ തന്നെ എല്ലാവരും പറഞ്ഞു തരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം പാരന്റ്സിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവര് കൂടെ സപ്പോർട്ട് ചെയ്തത് നമുക്ക് തുടങ്ങാൻ പറ്റിയിരിക്കും. ഇപ്പോഴാണല്ലോ അവരുടെ സപ്പോർട്ടിൽ തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ വെല്ലുവിളി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്മൂത്ത് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചേച്ചി ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് എല്ലാരും പ്രൊഫഷനായിട്ട് നേഴ്സിംഗ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ചേച്ചി നേഴ്സുമാണ്. അപ്പൊ മോളെ നേഴ്സിംഗിന് വിടണം എന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതിലെ ഏറ്റവും പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കൾക്കും മെഡിക്കൽ പ്രൊഫഷൻ വലിയ താല്പര്യമില്ലായിരുന്നു. ചങ്ങനാശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടി അല്ല, ഹസ്ബൻഡ് അന്ന് കുവൈറ്റിലാണ്. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ വളർന്ന കുട്ടികളാണ്. എപ്പോഴും അമ്മച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്മ ഞങ്ങളെ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. ഇതിങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി, കാരണം അതിന്റെ റിസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ചേട്ടായാണെങ്കിലും, ചേട്ടാ ഇപ്പൊ എഞ്ചിനീയർ ആണ്, ചേട്ടായാണെങ്കിലും ഇങ്ങനെ പോണം, ഇപ്പം മെഡിക്കൽ ഫീൽഡ് തന്നെ വേണമെന്ന് ഇന്നേ വരെ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏതാണോ താല്പര്യം അതിലൊരു ഗൈഡൻസ് തന്നു നമ്മൾ അങ്ങനെ പോകും. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ എങ്ങനെ അവസരം കിട്ടിയത് എങ്ങനെയായിരുന്നു? മൂവി ഞാൻ ചെയ്യുന്ന ആദ്യത്തെ മൂവി എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്ക് പരിചയമുള്ള ആളാണ്. ഏത് മൂവിയായിരുന്നു? ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അത് പക്ഷെ ഫ്ലഡിന്റെ സമയത്താണ് അത് റിലീസ് ആവുന്നത്. അത് അത്ര രണ്ടാഴ്ച നന്നായിട്ട് ഓടി. അത് കഴിഞ്ഞ് ഈ ടൈപ്പ് തിയേറ്ററിലേക്ക് മാറുന്ന സമയമാകുമ്പോഴത്തേക്കും ഫ്ലഡ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഫാഷൻ ഷോ 2019 ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പം അതില് അത് കണ്ടിട്ടായിരുന്നു അവിടെ ഷോ ഡയറക്ടർ ആയിരുന്നു എന്നെ മൂവിക്ക് വിളിച്ചത്. ആ മൂവി ചെയ്തത്. പിന്നെ അടുത്ത മൂവി കുരുവിപ്പാപ്പ എന്ന് പറയുന്ന മൂവി. അത് നമുക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞ് ഓഡീഷൻ ഉണ്ടായിരുന്നു. ഓഡീഷന് പോയി സെലക്ട് ആയി, അങ്ങനെ കയറിയിട്ട് അങ്ങനെ. അതുപോലെ തന്നെ മോള് തമിഴ് ഒരു വെള്ളിക്കിഴമ എന്ന് പറയുന്ന ഒരു പൈലറ്റ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹീറോയിനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആൽബംസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അത് നമ്മുടെ വയലിനിസ്റ്റ് ബി ശശികുമാർ സാറിന്റെ ഒരു കഥയായിരുന്നു. ആ കഥ ഇതുപോലെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ തറവാട്ടിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത്. അപ്പൊ മോളെ ഹീറോയിനായിട്ട് വെച്ചിട്ട് അതെടുക്കുവായിരുന്നു. വളരെ നല്ലൊരു ഇതായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശശികുമാർ സാറിന്റെ ഒരു കഥ, ശശികുമാർ സാറിനെ പോലെ ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ കഥയില് അതില് അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പം എറണാകുളം ബേസ് ചെയ്താണല്ലോ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ എറണാകുളത്ത് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിലെക്കാളും ഒക്കെ? ഉണ്ട്. ഞാൻ കേരളത്തിൽ നിന്നത് കൂടുതൽ എറണാകുളത്താണ്. അപ്പം എറണാകുളത്ത് കുറച്ചുകൂടെ നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ചാൻസസ് കൂടുതലാണ്. കോട്ടയത്തിനൊക്കെ കുറച്ചുകൂടെ ചാൻസ് കൂടുതൽ എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥ, കവിത, നോവൽ, ഏതൊക്കെ എഴുതുന്നേ? നോവലൊന്നും എഴുതുന്നില്ല, എഴുതിയിട്ടില്ല ഇതുവരെ. ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ കവിതകൾ എഴുതാറുണ്ട്, കഥകൾ എഴുതാറുണ്ട്. എന്തൊക്കെയാ വിഷയമായിട്ട് വരാറ്? എനിക്ക് വിഷയങ്ങളെന്ന് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം പ്രണയത്തെ കുറിച്ച് എഴുതാറുണ്ട്. പിന്നെ ഒരു നല്ല മഴ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു മഴയെ കുറിച്ച്, അതുപോലെ തന്നെ പ്രകൃതിയെ കുറിച്ച്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പൊതുവെ എഴുതാറുള്ളത്. ചെറിയ ചെറിയ കവിതകള് ഒക്കെയാണ് കൂടുതലും എഴുതുന്നത്. പിന്നെ കഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിയൽ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ ജസ്റ്റ് ഒരു കഥയാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഉള്ളത് മാത്രം. ഫിക്ഷനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ എന്താണോ അത് തന്നെ ആയിരിക്കും എന്റെ കഥകൾ എഴുത്തുകളിലും വരുന്നത്. അല്ലാതെ എനിക്ക് എന്താ പറയുന്നത്, വ്യക്തിഗത അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. നാച്ചുറലായിട്ട് ഞാൻ എന്താണോ അതായിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് നല്ലൊരു ചെടിയെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ചെടി എനിക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആ ചെടിയെ കുറിച്ചൊരു രണ്ട് വരികൾ കുറിച്ചിടുക. അല്ലെങ്കിൽ ഒരു മഴ വരുവാണ്, ആ മഴ വരുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, ഞാൻ അവിടെ കാപ്പ് കുടിച്ചോണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എഴുതുന്നത്. ചേച്ചിയും സ്വന്തമായിട്ടൊരു സംരംഭം നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതും എത്രത്തോളം എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ടൊക്കെ?
ചലഞ്ച് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏകദേശം 1 വർഷത്തോളം ഞാൻ ഇതിന്റെ പുറകെ നടന്നു. എനിക്കൊരു ബിൽഡിങ് തപ്പിയെടുക്കാനായിട്ട് നടന്നു. അതിനുശേഷമാണ് ഞാൻ ഇത് തുടങ്ങി. എന്റെ അച്ഛൻ മരിച്ചു. എന്റെ അച്ഛന്റെ പേരിൽ ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. എന്റെ ഹെഡ് ഓഫീസ് എറണാകുളമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവിടെ RJ ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ FM റേഡിയോ ആണ് കേരള FM എന്ന് പറയുന്നത്. അപ്പോ ഞാൻ അതിന്റെ ജസ്റ്റ് പ്രേക്ഷകയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃച്ഛവശാല് അവിടെ ഉള്ളവരിങ്ങനെ ചോദിച്ചത്, അജിതി ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പം ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ദുബൈയിലാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ എന്നെ വിളിച്ചു ചോദിച്ചു, അജി ചേച്ചി എന്നാണ് എന്നെ വിളിച്ചത്. അപ്പൊ അജി ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആക്ച്വലി കുറെ വർഷങ്ങളോളം ഞാൻ ഒന്നും അല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അപ്പം വീട്ടിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിജ്ഞാന ലോകം എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു ഞാൻ ചെയ്തത്. അതാണെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു പ്രോഗ്രാം, അല്ലാതെ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. എഴുത്താണ് എനിക്ക് അറിയാവുന്നത്. അപ്പോ അത് എന്നെ അറിയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഭക്തിഗാനങ്ങളുടെ ആൽബം റിലീസായിരുന്നു ഞാൻ ലിറിക്സ് എഴുതിയത്. അപ്പൊ അങ്ങനെയാണ് എന്നെ ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ആൾക്കാരെ സമീപിക്കുവാണോ ചെയ്യുന്നത്? ഇന്നെ പോലെ ഒരു പാട്ട് എഴുതി തരാവോ, അങ്ങനെയാണോ എഴുതുന്നത്? അതെ, തീർച്ചയായിട്ടും. ഒരു അമ്പലത്തിന്റെ അങ്ങനെ പറഞ്ഞ കൂടുതലും അമ്പലത്തിന്റെ ആണോ, ഭക്തിയാണോ വിഷയം? ഭക്തിയും പ്രഭാഷണവും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. പക്ഷെ അങ്ങനെ വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ. അപ്പൊ എന്നാലും ഒരു പബ്ലിക് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിന്റെയും മക്കളുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ധൈര്യമായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഞാൻ എടുത്ത എനിക്ക് യോജിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് വിജ്ഞാനം. അപ്പൊ അങ്ങനെ വിജ്ഞാന ലോകം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാം ആയിരുന്നു അവര് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ PSC ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ നമ്മളെ അറിയാമല്ലോ, ആദ്യം പറഞ്ഞു അങ്ങോട്ട് ചളിയുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. പിന്നെ ആ പാട്ട് പാടാൻ അറിയത്തില്ലാത്ത എന്നെ കൊണ്ട് പാട്ട് വരെ പാടിപ്പിച്ച ഒരാളെന്ന് ആലോചിക്കണം. പാട്ടൊന്നും പാടത്തില്ല. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುಂಕಿಟ ಮುತ್ಯಮು ವೀಳುತ್ತಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಕಿ ಸುತುಳು. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುಂಕಿಟ ಮುತ್ಯಮು ವೀಳುತ್ತಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಕಿ ಸುತುಳು. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುಂಕಿಟ ಮುತ್ಯಮು ವೀಳುತ್ತಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಕಿ ಸುತುಳು. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುಂಕಿಟ ಮುತ್ಯಮು ವೀಳುತ್ತಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಕി സുതുളു. അപ്പോ ആഗ്രഹം പോലെ കരിയറിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു. പൊൻകണിക്കൊന്നകൾ പൂത്തു നിലാവിൽ പൂങ്കാറ്റ് വീശും പ്രഭാതത്തളിർ. കൺമൂടി തുറന്നു നാം കണി കണ്ടിടും പുത്തൻ പുലരിതൻ വിഷുക്കണികൾ. പൊൻകണിക്കൊന്നകൾ പൂത്തു നിലാവിൽ പൂങ്കാറ്റ് വീശും പ്രഭാതത്തളിർ. കൺമൂടി തുറന്നു നാം കണി കണ്ടിടും പുത്തൻ പുലരിതൻ വിഷുക്കണികൾ. കൺമുന്നിൽ തെളിയുന്നു കള്ളക്കണ്ണൻ
മനതാരിൽ മുഴങ്ങിടും കൃഷ്ണനാമം. കൺമുന്നിൽ തെളിയുന്നു കള്ളക്കണ്ണൻ, മനതാരിൽ മുഴങ്ങിടും കൃഷ്ണനാമം. ഉരുളിയിൽ നിറയുന്ന പുന്നെല്ലും പിന്നെ പൊന്നിൻ നിറമാർന്ന കണിവെള്ളരി. ഉരുളിയിൽ നിറയുന്ന പുന്നെല്ലും പിന്നെ പൊന്നിൻ നിറമാർന്ന കണിവെള്ളരി. പെൺമനസ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.